ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫിൽറ്ററിനെയാണ്. അതായത് നമ്മളെ ഒരു നാച്ചുറൽ ഫിൽറ്റർ, അതായത് കെമിക്കൽ ഫിൽറ്റർ ഒന്നുമല്ല, നാച്ചുറലായിട്ടുള്ള ഫിൽറ്ററാണ്. ഇപ്പോൾ നമുക്ക് കറണ്ട് വേണ്ട, മറ്റുള്ള ആവശ്യങ്ങളൊന്നും വേണ്ട, വെള്ളം നേരെ ഇല്ലറ്റ് കൊടുക്കുക, അതുമാതിരി അതേ സ്പീഡല്ല, ഒരു ലൈറ്റ് സ്പീഡിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ്. ഡ്യൂൾട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിൽറ്ററിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതാണ് നമ്മളെ ഫിൽറ്റർ. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതൊരു വിദേശിയാണ്, ഒരു മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ് വരുന്നത്. എന്നാലും നമുക്ക് ഇവിടെ പുറത്തൊക്കെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു വാൽവ് വരുന്നുണ്ട്, ഒരു ആംഗിൾ കോക്ക്, അതുപോലെ തന്നെ ഒരു വാൽവ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ഫിൽറ്ററാണ്. ഈ ഫിൽറ്ററാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളെ ക്യാൻഡിൽ എന്നാണ് നമ്മളിതിന് ഇവിടെ നമുക്ക് ബട്ടർഫ്ലൈയിലൊരു ഫിൽറ്ററൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ബട്ടർഫ്ലൈ ഫിൽറ്ററിൽ വരുന്ന ഒരു ക്യാൻഡിൽ മാതിരിയുള്ള ഒരു സാധനമാണ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പൊള്ളയായിട്ടാണ്. അപ്പോൾ വെള്ളം നമുക്ക് കറക്റ്റ് വെള്ളം ഈ ഫിൽറ്ററിൽ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് പോകാനായിട്ട് വേറൊരു മാർഗവും ഉള്ളിലുണ്ടാവില്ല. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന മാർഗം എന്നാണ് ഈ വരുന്ന ഒരു ഹോള്. അപ്പോൾ ഈ ഹോളിലാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു പൈപ്പുണ്ട്, ഇതിനൊരു ത്രെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇത് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമുക്ക് കറക്റ്റ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ കളറ് വ്യത്യാസം, അതാണ് കാര്യമായിട്ട്. വെള്ളത്തിൻ്റെ കരട് കളറ്, ചുവന്ന വെള്ളം വരിക, അതല്ലെങ്കിൽ ചെമ്പ് കുറവ്, അതേമാതിരി പായൽ പിടിച്ച വെള്ളത്തിനൊക്കെ വെള്ളത്തിനെ ക്ലിയർ ആക്കുന്നത്. അതായത് വെള്ളത്തിലെ കണ്ടാമിനേഷൻ എന്ന് പറയുന്ന അയണ്, കോപ്പർ, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ഒരു പ്യൂരിഫൈ ആയിട്ടുള്ളൊരു വെള്ളം, ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളം കിട്ടും. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ആ കളറിനെ നമുക്ക് മാറ്റിയെടുക്കാം, പ്യൂർ വൈറ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല വെള്ളത്തിൻ്റെ ആ കളറൊക്കെ മഞ്ഞ കളറ്, അതേമാതിരി ചെമ്പറവൊക്കെ മാറിയിട്ടുള്ളൊരു വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒരു കോർക്ക് ടൈപ്പാണ്, വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പെട്ടെന്ന് നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടിപ്പൊട്ടി പോകും. അപ്പോൾ ഇതിനെ ഫിറ്റാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത്, ഇതിൻ്റെ മൂടിയായിട്ട്. ഇതിൻ്റെ പുറത്ത് ഒരു വാഷറും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു 2 ഗാഡിയാണ് ഇവിടെ ഈ സൈഡിൽ, ശ്രദ്ധിച്ചറിയാം. ഈ 2 ഗാഡിയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. കൊടുക്കിയിട്ട് ഈ നട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഈ നട്ട് 2 നട്ട് ഇട്ടിട്ട് ഫിക്സ് ചെയ്യുക. ഇതൊക്കെ SS ആണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സൈഡിൽ വരുന്നതാണ്. നമുക്ക് 2 സൈഡുണ്ട്, ഇല്ലറ്റ് ഔട്ട്ലെറ്റും ഉണ്ട്. പക്ഷേ നമുക്കൊരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്താൽ മതി. ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിലോ ഇതെങ്ങനെയൊക്കെ ആയിട്ട് സൈഡിൽ ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഇത് ഫിറ്റാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്കൊരു വാഷറുണ്ട്. ഈ വാഷർ ഓറിംഗ് വാഷർ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇതിലെ സൈഡിലൂടെ ലീക്കൊന്നും വരില്ല. പിന്നെ ഇല്ലറ്റ് നേരെ ഇതിലേക്ക് കയറുക ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്ലേ ഉണ്ടാവും. ഇതുണ്ടോ, ഇത് കറക്റ്റ് നമുക്ക് ഒരു പ്ലേയിൽ എത്രയാണെങ്കിലും നമുക്കിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് തിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ തിരിക്കാം. അപ്പോൾ ഇതിലൂടെയാണ് നോൺ സ്റ്റോപ്പായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതിനൊരു വാൽവ്, എക്സ്ട്രാ വാൽവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ നിൽക്കും. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഉപയോഗിക്കാം. ഇതിൽ വേസ്റ്റേജ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ RO പ്യൂരിഫയറിൽ പോകുന്ന മാതിരിയുള്ള വെള്ളം, വേസ്റ്റേജ് വാട്ടറൊന്നും പോകില്ല. വെള്ളത്തിനെ ക്ലിയർ ചെയ്ത് നല്ല കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ ക്ലിയറായ വെള്ളമാണെങ്കിൽ, കിണറിലെ വെള്ളമൊക്കെ ആണെങ്കിൽ നല്ല പിന്നെ ലേശൊരു കളർ ചേഞ്ചൊക്കെ ഉള്ള വെള്ളമാണെങ്കിൽ നമുക്കത് വൃത്തിയായിട്ട് നല്ല നമ്മളെ തെളിഞ്ഞ വെള്ളമായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു
പരിപാടിയാണ് നമ്മൾ ഈ ഫിൽറ്റർ ചെയ്യുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3000 രൂപേൻ്റെ അടുത്ത് നമുക്കിവിടെ വില ഉണ്ടാവും ഈ ഫിൽറ്ററിന്. നമ്മളെ റിസോർട്ടുകളിലൊക്കെ ചില റിസോർട്ടുകളിലൊക്കെ മുമ്പൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. പൈപ്പിൻ്റെ കിച്ചൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കും, ഒരു ബക്കറ്റൊക്കെ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇതാണ്. അപ്പോൾ ഇത് ഒരു മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നാണ് ഇതിൽ കാണുന്നത്. പക്ഷേ ഇത് മാർക്കറ്റിൽ നമുക്ക് കിട്ടാണ്ട് അവൈലബിളായിട്ട് ഉള്ളൊരു സാധനമാണ്, കറണ്ടൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് ഈ ഫിൽറ്ററിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ്. അപ്പോൾ ഇതുപോലുള്ള ഫിൽറ്ററുകൾ മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയ പൈസ ൻ്റെ ആളുകൾ, അതായത് വെള്ളത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ.